NABHൻ്റെ 6th എഡിഷനിൽ നമ്മൾ NABH സർട്ടിഫിക്കേഷൻ ഓർ NABH അക്രഡിറ്റേഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ റീ അക്രഡിറ്റേഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പേഷ്യൻ്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷനിൽ 8 സ്റ്റാൻഡേർഡ്സാണ് മനസ്സിലാക്കി നമ്മുടെ ഹോസ്പിറ്റൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളത്. അതിൽ 8ാമത്തെ സ്റ്റാൻഡേർഡ് ദ ഓർഗനൈസേഷൻ ഹാസ് എ സിസ്റ്റം ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിത്ത് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് എന്നതാണ്. നമ്മളുടെ ഇന്നത്തെ ലോകത്തിൽ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും പ്രധാനം. ഏതൊരു സംവിധാനവും ബിസിനസ്സും സർവീസും വിജയകരമായി നടത്തണമെങ്കിൽ അവിടെ എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടാവണം. അത് ഞങ്ങൾ സോഫ്റ്റ്വെയർ നടത്തുന്നവരാണെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റൽ നടത്തുന്നവരാണെങ്കിലും നമ്മളുടെ കമ്മ്യൂണിക്കേഷനിലെ എഫക്റ്റീവ്നെസ് ആണ് നമ്മുടെ സക്സസ്സിനെ കുറിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയെങ്കിലും നടത്തിപ്പോയാൽ പോരാ, അത് അക്സെപ്റ്റബിൾ ആയിരിക്കരുത്. നമ്മുടെ സ്ഥാപനത്തിൽ കമ്മ്യൂണിക്കേഷൻസ് പേഷ്യൻസുമായിട്ട് നടത്തുമ്പോൾ ഫാമിലിയായിട്ട് നടത്തുമ്പോൾ അത് എഫക്റ്റീവാണെന്ന് ഉറപ്പ് വരുത്തണം. അതിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായൊരു ഡോക്യുമെൻ്റ് പ്ലാൻ നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ സ്പെഷ്യൽ സിറ്റുവേഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൃത്യമായും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവണം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൃത്യമായി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടാവണം. സ്പെഷ്യൽ ഈവൻസ് ഉണ്ട്, വ്യക്തമായും കമ്മ്യൂണിക്കേഷൻസ് നടത്തേണ്ട സ്പെഷ്യൽ ഈവൻസ് ഉണ്ട്, അത് ഐഡൻറ്റിഫൈഡ് ആയിരിക്കണം. ആ കമ്മ്യൂണിക്കേഷനിൽ കൂടുതൽ നന്നാക്കാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തത ഉണ്ടാവണം. നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു അൺഎത്തിക്കലായിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിന് നമുക്കൊരു മോണിറ്ററിങ് ആൻഡ് റിവ്യൂ സിസ്റ്റം ഉണ്ടാവണം. എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അത് നമ്മളെ സഹായിക്കും. ഏകദേശം 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ 4 കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റും ഒരു അച്ചീവ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റുമായിട്ടാണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് മനസ്സിലാക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റേ ഉള്ളൂ എങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്കൊരു നല്ല ജോലി കിട്ടണമെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് മാത്രം പോരാ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എഫിഷ്യൻസി നമുക്ക് ഉണ്ടാവണം. അപ്പോഴാണ് ഒരു ഇൻ്റർവ്യൂ നന്നായി പാസ്സാകാൻ പറ്റുന്നത്. അതുപോലെ നമ്മുടെ ഒരു പേഷ്യൻറ്റിന് ഒരു വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ കിട്ടിയാൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഒഴിവായി കിട്ടും. ആ കമ്മ്യൂണിക്കേഷനകത്ത് ഇൻഫോം കൺസേൺ വരുന്നുണ്ടാവും, നമുക്ക് അവരെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞ് മനസ്സിലാക്കുന്നതുണ്ട്. ഓരോ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ സമയത്തും അതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതുണ്ട്. ഒരു ഡിസീസിനകത്ത് ഉണ്ടാകുന്ന വേരിയേഷൻ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുണ്ട്. ട്രീറ്റ്മെൻറ്റ് വേരിയേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുണ്ട്. സോ ഈ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിരിക്കണം എന്നതാണ് 8ാമത്തെ സ്റ്റാൻഡേർഡ്, പേഷ്യൻ്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. 8th സ്റ്റാൻഡേർഡ്, ദ ഓർഗനൈസേഷൻ ഹാസ് എ സിസ്റ്റം ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിത്ത് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഈ 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം.